KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്, ഗോവർദ്ധന്റെ റോദം ജ്വല്ലറി, ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വാടക വീട് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ED ഇപ്പോൾ അന്വേഷിച്ചറിയുന്നത്? EDയുടെ ഒരു സംഘം രാവിലെ 7 മണിയോട് കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ വീട്ടിലേക്ക് എത്തിയത്. സമാന്തരമായി ബെല്ലാരിയിൽ റോദം ജ്വല്ലറി, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ്, ഇങ്ങനെ 3 ഇടങ്ങളിലാണ് കേരളത്തിന് പുറത്ത് പ്രധാനമായും പരിശോധന നടക്കുന്നത്. ഏതായാലും ഇതിൻ്റെ എല്ലാം, ഈ തട്ടിപ്പിൻ്റെ എല്ലാം ഗൂഢാലോചന കേന്ദ്രം എന്നുള്ളത് ബാംഗ്ലൂരുവാണ്. ബാംഗ്ലൂരുവിൽ ഈ ശ്രീരാംപുര അമ്പലം കേന്ദ്രീകരിച്ചായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി വളർന്ന് വന്നത്. അദ്ദേഹം ഇവിടെ ആദ്യം ജീവനക്കാരനായിരുന്നു. അതിനുശേഷം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഇയാൾ ഇവിടെ കാര്യമായിട്ട് സ്വാധീനം ചെലുത്തിയിരുന്നു. ഇതിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കോത്താരി മാൻഷൻ എന്ന് പറയുന്ന ഈ അപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ മകനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. EDയുടെ 10 അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. ഇതിനടുത്ത് തന്നെ ഇയാൾക്കൊരു ധനകാര്യ സ്ഥാപനം, അതായത് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇതിനടുത്ത് തന്നെ ഇയാൾക്കുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമായിരുന്നു. ഏതായാലും അവിടങ്ങളിലെ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവിടെ നേരത്തെ SIT സംഘവും പരിശോധന നടത്തിയിരുന്നു. ഇനി ബെല്ലാരിയിലും കാര്യമായിട്ട് പരിശോധന നടക്കുന്നു. അവിടെ നിന്ന് ഏതാണ്ട് 500 ഗ്രാമോളം സ്വർണം നേരത്തെ തന്നെ SIT സംഘം റിക്കവർ ചെയ്തിരുന്നു. പക്ഷേ ഇത് ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണ്ണമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് ഏതാണ്ട് 500 ഗ്രാമോളം സ്വർണം നേരത്തെ SIT പിടിച്ചെടുത്തു. ഇവിടെയും റോദം ജ്വല്ലറിയിലും കാര്യമായിട്ട് പരിശോധനകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ്. ഈ തട്ടിപ്പിൻ്റെ എല്ലാം തന്നെ ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഇടനില എന്നുള്ളത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. ഈ സ്വർണം പൂശുന്നതിന് ഒക്കെ, സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിനൊക്കെ കരാർ നൽകിയിരുന്നത് സ്മാർട്ട് ക്രിയേഷൻസിനാണ്. അവിടെ നിന്നും നേരത്തെ സ്വർണം ഏതാണ്ട് 108 ഗ്രാമോളം സ്വർണം റിക്കവർ SIT ചെയ്തിരുന്നു. അവിടുത്തെ രേഖകളൊക്കെ ഇപ്പോൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിന് പുറത്ത് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ണർമാരായിട്ടുള്ള നിരവധി ആളുകൾ, പ്രത്യേകിച്ച് അനന്തസുബ്രഹ്മണ്യം, അതുപോലെ വിനീത് ജെയിൻ എന്നിവരെല്ലാം തന്നെ പോലീസ് നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഏതായാലും ഇവരുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബിസിനസ് ഇടപാടുകൾ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലൂടെ സമ്പാദിച്ച പണം അതുപയോഗിച്ച് ഇയാൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ട് ഈ PMLA ആക്ട് അനുസരിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്താണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. SITക്ക് പിന്നാലെ ED കൂടി ഇപ്പോൾ ബംഗളൂരുവിൽ, അതുപോലെ തന്നെ ചെന്നൈയിൽ, ബെല്ലാരിയിലൊക്കെ പരിശോധനയുമായി എത്തിയിരിക്കുകയാണ്.